തന്നെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അധിക്ഷേപിക്കുന്നതിന് പിന്നിൽ UDFന്റെ സൈബർ സംഘങ്ങളാണെന്ന LDF വടകര സ്ഥാനാർത്ഥി KK ശൈലജ. തൊഴിലുറപ്പ് തൊഴിലാളികൾ അഭിമാനമാണ്. എന്നാൽ അത്തരം മുദ്രാവാക്യം വിളിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ മറുപടി. വിഷയദാരിദ്ര്യം കൊണ്ടാണ് വടകരയിൽ UDF അക്രമ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തതെന്ന് ശൈലജ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിൽ ഉപജീവനമാക്കിയ നിരവധി കുടുംബങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നും അവർ അഭിമാനമാണെന്നും KK ശൈലജ പറഞ്ഞു. കോൺഗ്രസിലും ലീഗിലും ധാരാളം പേർ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മുദ്രാവാക്യം വിളിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവർത്തനമല്ലേ? കോൺഗ്രസിൻ്റെ വീട്ടിലെ എത്ര സ്ത്രീകൾ തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്? എത്ര പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ, ചിലപ്പോൾ ലീഗിൻ്റെ കുടുംബമായിരിക്കാം, തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്. ആക്ഷേപിച്ചില്ലേ? സ്ത്രീകളാകെ ഭയങ്കര വിഷമത്തിലാണ്. അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന മുദ്രാവാക്യം പാടില്ലായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. അത്തരം മുദ്രാവാക്യം വിളിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് പ്രയാസമുള്ള മുദ്രാവാക്യമാണെങ്കിൽ തൊഴിലുറപ്പുകാരെ അങ്ങനെ തള്ളിപ്പറയേണ്ടവരല്ല. ഞങ്ങളാരും തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതി കൊടുത്ത് അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല. പാനൂരിലേത് ക്രിമിനൽ പ്രവർത്തനമാണ്. പാർട്ടിക്ക് ബന്ധമില്ല. മകന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് മരിച്ചയാളുടെ അച്ഛൻ തന്നെ പറഞ്ഞതാണെന്നും KK ശൈലജ പറഞ്ഞു. ഒറ്റയൊരു സംഭവം വീണ് കിട്ടിയപ്പോൾ അത് തന്നെ ഇടയ്ക്കിടെ പലയിടത്തും ബോംബ് നിർമ്മാണത്തിനിടയിലും പടക്ക നിർമ്മാണത്തിനിടയിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ആ മരിച്ച കുട്ടിയുടെ അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ മകന് പാർട്ടിയൊന്നായിട്ട് യാതൊരു ബന്ധവുമില്ല, നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അവൻ ശരിയായില്ല, നേരെയായില്ല. ഇലക്ഷന് പാനൂർ സംഭവം ചർച്ചയാവുമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണെന്നും പൗരത്വമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് കോൺഗ്രസ് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതെന്നും KK ശൈലജ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്.